ഇന്നലെ യുഎസ് വിപണി മിക്സഡായിട്ടാണ് ക്ലോസ് ചെയ്തത്. ഡൗ ജോൺസ് മൈനസിലും ബാക്കി 2 ഇൻഡെക്സും പ്ലസിലാണ് ക്ലോസ് ചെയ്തത്. അമേരിക്കയിൽ ഇന്നലെ വന്ന ജോബ് ഡേറ്റ കാര്യമായ ചേഞ്ച് ഒന്നും, അതായത് മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കാര്യമായ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. പ്രധാനമായിട്ടും അമേരിക്കയിലെ ട്രംപിന്റെ താരിഫിനെ സംബന്ധിച്ചുള്ള ആശങ്കയാണ് മാർക്കറ്റിനെ പൊതുവെ നയിക്കുന്നത്. ഇന്ത്യ ഉൾപ്പെടെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും റെസിപ്രോക്കൽ താരിഫ് 2-ാം തീയതി മുതൽ വരുമെന്നാണ് പറയുന്നത്. അതായത് ഇറക്കുമതിക്ക് ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ ചുമത്തുന്ന അതേ താരിഫ് തന്നെ അമേരിക്കയിലേക്കുള്ള ഇറക്കുമതിക്ക് ചുമത്തും. അതാണ് റെസിപ്രോക്കൽ താരിഫ് എന്ന് പറയുന്നത്. തിങ്കളാഴ്ച മിക്ക വിപണിയും മൈനസിലാണ് ക്ലോസ് ചെയ്തത്. ഇന്ന് ചൊവ്വാഴ്ച ഏഷ്യൻ വിപണികളും യൂറോപ്യൻ വിപണികളും ഒക്കെ അല്പം പോസിറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്തത്. മികച്ച യൂറോസോൺ CPI ഡേറ്റയും തൊഴിലില്ലായ്മ നിരക്കുകളുമാണ് ഇത്തരത്തിൽ വിപണിയെ പൊതുവെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സഹായിച്ചത്. ഇന്നിപ്പോൾ എല്ലാ വിപണികളും ഇപ്പോൾ പോസിറ്റീവിലാണ്, ചെറിയൊരു പോസിറ്റീവിലാണ് ട്രേഡ് ചെയ്യുന്നത്. ചില ഏഷ്യൻ വിപണികളൊക്കെ മിക്സഡ് ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ ഇന്ത്യൻ വിപണിയിൽ നിഫ്റ്റി മീഡിയ മാത്രമാണ് പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്തത്. ബാക്കി എല്ലാ സെക്ടറുകളും നെഗറ്റീവ് ആയിരുന്നു. ഇതിന് ബാങ്കിങ് സെക്ടർ നെഗറ്റീവ് ആണുള്ള പ്രധാനപ്പെട്ട കാരണം ഗോൾഡ്മാൻ സാക്സും അതുപോലെ തന്നെ HSBC നൽകിയ റിപ്പോർട്ടാണ്. ഇന്ത്യയിലെ ക്രെഡിറ്റ് ഗ്രോത്ത് കുറയുന്നതെന്നും ഇന്ത്യയിലെ എന്ന് ഗോൾഡ്മാൻ സാക്സും അതുപോലെ തന്നെ HSBC ഇനി വരുന്ന ആ ഒരു 6 മാസം കൂടി മാത്രമേ ബാങ്കിങ് സെക്ടർ ബോട്ട് ഔട്ട് ആവുകയുള്ളൂ എന്നുള്ള അഭിപ്രായമാണ് ബാങ്കിങ് സെക്ടറെ സെല്ലിങ്ങിലേക്ക് നയിച്ചത്. അതായത് മഹാരാഷ്ട്രയിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി കൂട്ടിയത് റിയൽ എസ്റ്റേറ്റിനെ സെല്ലിംഗ് പ്രഷറിലേക്ക് കൊണ്ടുവന്നു. അതുപോലെ IT, ഫാർമ എല്ലാം താരിഫിന് ഭീഷണിയെ തുടർന്ന് ഒരു മൈനസിലാണ് ട്രേഡ് ചെയ്തത്. ഓട്ടോ സെയിൽസ് മികച്ച രീതിയിൽ വന്നെങ്കിലും ഇനി ടെസ്ല പോലുള്ളത് ഇന്ത്യയിലേക്ക് വരികയും അതിന് വേണ്ടിയിട്ട് താരിഫിൽ എന്തെങ്കിലും മാറ്റം വരുത്തുകയും ചെയ്യുന്നതൊക്കെ ഓട്ടോ സെക്ടറിലും ഒരുപക്ഷെ ഇനിയുള്ള ചെറിയൊരു സെല്ലിംഗ് പ്രഷർ ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത നിലവിലുണ്ട്. അതുപോലെ ഇലക്ട്രോണിക്സ് മേഖലയിൽ PLI സ്കീം 23,000 കോടി അനുവദിച്ചു. ഐഡിയയുടെ 37,000 കോടി രൂപ സർക്കാരിന് കിട്ടാനുള്ള പണോടെ ഓഹരിയായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഐഡിയയിലുള്ള കേന്ദ്ര സർക്കാരിന്റെ പങ്കാളിത്തം 48.8% എത്തിച്ചിട്ടുണ്ട്. അതുപോലെ UPI ഇടപാടുകൾ 24.8 ലക്ഷം കോടി ആയത് റെക്കോർഡ് ഉയരത്തിലെത്തി. GST കളക്ഷൻ 10% ഉയർന്നത് 1.96 ലാക്സിലേക്ക് എത്തി. ഇതൊക്കെ ഒരു പോസിറ്റീവ് ന്യൂസ് ആണ്. പക്ഷേ ആഗോള ട്രെൻഡ് അനുസരിച്ചാണ് മാർക്കറ്റ് നീങ്ങുന്നത്. ഈ F&O പൊസിഷൻ നോക്കുകയാണെങ്കിൽ പ്രോ ട്രേഡേഴ്സ് വീണ്ടും അവരുടെ ലോങ് പൊസിഷൻ എല്ലാം ക്ലോസ് ചെയ്ത് ഏതാണ്ട് 25% ലോങ് പൊസിഷൻ ക്ലോസ് ചെയ്ത് ഷോർട്ട് പൊസിഷനിലേക്ക് നീങ്ങിയിട്ടുണ്ട്. FIസും പ്രോ ട്രേഡേഴ്സും 70% വീതമാണ് ഇപ്പം ഷോർട്ട് പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നത്. റീറ്റെയിലേഴ്സ് ബയേഴ്സ് ആണ്. പ്രത്യേകിച്ച് കോൾ ഓപ്ഷൻ കൂടുതൽ റീറ്റെയിലേഴ്സ് വാങ്ങുന്നതായിട്ടാണ് കാണുന്നത്. പ്രോ ട്രേഡേഴ്സും FIസും കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഇന്ന് വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട ഡേറ്റ ഇന്ത്യയുടെ മാനുഫാക്ചറിങ് PMI ഡേറ്റയാണ്. അതുപോലെ US-ന്റെ ഫാക്ടറി ഔട്ട്പുട്ട് ഡേറ്റയും ഇന്ന് വരാനുണ്ട്. അപ്പോൾ ചെറിയ ക്യാപിറ്റൽ ഉള്ളവർ അധികം ട്രേഡ് ചെയ്യാതിരിക്കുക. ക്യാരി ഫോർവേഡ് ചെയ്യുന്ന പൊസിഷനുകൾ തീർച്ചയായിട്ടും ഒഴിവാക്കുക. നിഫ്റ്റിക്ക് 23,000, 22,800 ലെവലുകളിലാണ് സപ്പോർട്ട് ഉള്ളത്. റെസിസ്റ്റൻസ് 23,600, 800 ലെവലുകളിലാണ്.